ഞാൻ ഈ പറിച്ചെടുത്ത ഫ്രൂട്ട് കുറെ ആളുകൾക്ക് എന്താണെന്ന് അറിയാം, ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. ഇതാണ് ബറാബ പഴം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബറാബയുടെ മരം. ഇഷ്ടം പോലെ കായ്കളുണ്ട്. പിന്നെ ബിയമോള് ഞാൻ ബറാബ പറിക്കാനായിട്ട് ഇറങ്ങിയതാ. ബിയമോൾ അപ്പുറം സൈഡിലുണ്ട്. കിട്ടിയോ? ഇതാ ബിയ പറിച്ചു വിടുന്നുണ്ടല്ലേ, കാണിച്ചു കൊടുക്കട്ടെ. നല്ല അടിപൊളി ബറാബ. താഴത്തൊക്കെ പറിച്ചോ. അപ്പൊ ഇതിന്റെ മോൾ ഭാഗത്ത് കണ്ടില്ലേ, നല്ല മഞ്ഞ നിറം ഇട്ടത്. പഴുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് കൂടുതലായി ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയപ്പോൾ മഴ അങ്ങോട്ട് പെയ്തിട്ട് ഇത് കൊഴിയൽ തുടങ്ങി. അപ്പൊ ഇന്ന് ഞാൻ ബിയമോളോട് പറഞ്ഞേ നമുക്ക് എന്തായാലും വേണ്ടില്ല, കിട്ടുന്നതൊക്കെ ഇത് പറിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ബറാബ കാണിച്ചു തരാം. ഇതെങ്ങനെ പിടിച്ചിട്ട് ഞെക്കിയ പൊട്ടുതാ, എല്ലാം പൊട്ടിപ്പോയോ. ഇതാണ് ബറാബയുടെ പഴം, ഉള്ളിലുള്ള കുരു കേട്ടോ. നല്ല പുളി മധുരമാണ്. ഈ ഒരു സമയത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മഴക്കാലത്ത് എന്തായാലും കുറച്ച് വെള്ളത്തിൻ്റെ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ രുചി കുറയും. വേനലിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വട്ടം കഴിച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നല്ല പുളിമധുരമാണ്. ബിയൊക്കെ കുറേ കഴിച്ചിട്ട് നാവിൻ്റെ തൊലി വന്നിട്ട് കുറച്ച് പുളിപ്പുള്ളതുകൊണ്ട് ഇനി മധുരം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്താൻ തോന്നില്ല, കഴിച്ചോണ്ടേ നിൽക്കാൻ തോന്നും. ഇത് 2 മരം ഉണ്ട് കേട്ടോ. നമ്മുടെ നമ്മൾ അടുപ്പിച്ച് 2 മരങ്ങളാണ്. അതിൻ്റെ മുകളിൽ കണ്ടോ ഇഷ്ടം പോലെ. അപ്പോൾ താഴെയുള്ളതൊക്കെ ബിയമോള് പറിച്ചു തരും. മുകളിൽ കയറിയിട്ട് ഞാനും പറിക്കട്ടെ കേട്ടോ. ബിയമോളെ കയ്യേറ്റ് കിട്ടുന്നതൊക്കെ പറിച്ചിട്ട് ഇപ്പം തിന്നൽ തുടങ്ങിയില്ലേ. അപ്പം ഞാൻ പൊട്ടിച്ച നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പിടിച്ച് നെക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കില്ല. അപ്പോൾ ബിയമോള് സിമ്പിളായിട്ട് പൊട്ടിക്കില്ല എന്ന് കാണിച്ചു കൊടുക്ക്. ഒരു കടി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് എടുക്കണ്ടോ. ഇതൊക്കെ നല്ല പഴുത്താട്ടെ. കഴിച്ചോ എങ്ങനെയുണ്ട് നോക്ക്. ബിയമോൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നോക്ക്, പിന്നെ സൂപ്പറൊക്കെ. അപ്പം അതിങ്ങനെ ബിയ പൊട്ടിക്കുക, കടിക്കുക. ഒന്ന് കടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തൊലിച്ചാൽ പെട്ടെന്ന് തൊലി പൊളിഞ്ഞു വരുന്നുണ്ട്. ഇതാ നല്ല കുഞ്ഞുങ്ങൾക്ക് കൊതിയാണ്ടോ അല്ലേ, വേഗം പറിക്കവാ. ഇടയ്ക്ക് ഇങ്ങനെ മഴ കിട്ടുന്നോണ്ടേ ബറാബ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല വലിയ ഫ്രൂട്ടാണ്. വേനൽക്കാലത്ത് ഉണ്ടായത് അത്ര വലുപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ മധുരം കൂടുതൽ വേനലിലാണ്. ഇപ്പൊ മഴ തുടങ്ങുന്നതോടെ ഇതിന്റെ മധുരം കുറഞ്ഞ് പുളിരുചി കൂടി വരും. ഇതാ ബിയ എവിടെ? പിടി. ബിയമോൾ ഈ ഭാഗത്ത് മൊത്തം ബിയമോൾ പറിച്ചു തീർത്തല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ താഴ്ഭാഗമൊക്കെ കാലിയായി. വേഗം പറിക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ പഴുത്തത് പറിക്കുമ്പോഴത്തേക്ക് ഇതാ ഇഷ്ടം പോലെ പച്ചനി ആയി വരുന്നുണ്ട്. ഇതാണ്ടോ എല്ലാ ഭാഗത്തും ഈ കൊമ്പിലൊക്കെ ഉണ്ടോ, താഴ്ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ പച്ചയാണ്. അപ്പൊ നമുക്ക് എന്തായാലും മുകളിൽ കയറാം. ഇതുവരെ ബിയമോള് ഞാൻ താഴെയുള്ള മാത്രമല്ല പറിച്ചത്. ഇനി മുകളിൽ കയറിയിട്ട് കുറച്ച് നല്ല പഴുത്ത പറിക്കണം. നമ്മൾ മരത്തിൽ കയറിയപ്പോഴേ കിട്ടുന്നൊക്കെ ഇതുപോലെ നല്ല പഴുത്തതാണ്. പിന്നെ ഇതിന്റെ മരത്തിൽ നിൽക്കാനും നല്ല സുഖമാണ്, നല്ല തട്ടാട്ടോ, നമ്മുടെ മാംഗോസിന്റെ മരമൊക്കെ പോലെ. അതുകൊണ്ട് നമുക്ക് എത്ര മുകളിൽ വേണമെങ്കിൽ കയറി പോവാ. എന്നിട്ട് ബിയമോളെ ഇല്ല പിടിച്ചോ, അങ്ങോട്ടല്ല കുറച്ചങ്ങോട്ട് അങ്ങോട്ടേക്ക് ആടുന്നോ ഇടുകയാണേ. ചിലപ്പോൾ നിലത്ത് പോവും. കിട്ടി നല്ല പഴുത്തുണ്ട് അതില്. കുറച്ച് സമയം എടുത്തിട്ടാട്ടോ അതൊക്കെ കായ്ച്ചു തുടങ്ങിയത്. ഇനി ഉണ്ടായി കിട്ടിയപ്പം എല്ലാ വർഷവും കറക്റ്റ് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. മാംഗോസിനൊക്കെ പോലെ കുറച്ച് സമയം നമ്മൾ കാത്തു നിൽക്കണം. 7 വർഷമൊക്കെയാണ് മാംഗോസിന് നമുക്ക് ഫസ്റ്റ് ടൈം കായ്ച്ചു കിട്ടാനൊക്കെ. അത്ര വേണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് സമയം വേണം ബറാബി സെറ്റായി കിട്ടാൻ. തുടക്കത്തിൽ ഇതിൻ്റെ ഇലയൊക്കെ വിരിഞ്ഞ് വന്ന് ഓരോ തട്ടായി വരാൻ കുറച്ച് സമയം, പിന്നെ മരം ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. എന്നിട്ട് അടുത്തത് ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ഇതിന് നല്ല പുളിയും മധുരം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാ. ബിയമോൾ സ്കൂളിലൊക്കെ ഉപ്പിലിട്ട് കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമായി നിറഞ്ഞ്. ഈ സീസണിൽ തന്നെ ആദ്യം ഉണ്ടായത് പഴുത്തിട്ട് വീണിട്ടുണ്ടോ, ഇഷ്ടം പോലെ തൈ മുളച്ചിട്ടുണ്ട്. അതൊക്കെ ബറാബിന്റെ തയ്യാ. എങ്ങോട്ടേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുത്തപ്പോൾ ആ മണ്ണിലും കൂടെ ആയപ്പോൾ വേഗം മുളച്ചിട്ടോ. നമ്മൾ അതുപോലെ തടം തുറന്നു കൊടുത്തിട്ടുണ്ട്. വളമിട്ട് കൊടുക്കാനൊക്കെ സുഖമാണ്. നമ്മൾ ഇന്നലെ
കാപ്പിക്കൊക്കെ വളട്ട സമയത്ത് ബറാബയ്ക്കൊക്കെ വളട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കരുത്തിൽ ഇനി ഉണ്ടാകുന്ന പച്ചയൊക്കെ ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് ആയിക്കോളും. ചിലപ്പോൾ കുറച്ചുകൂടെ വലുപ്പം വെക്കും. എവിടെയൊക്കെ തൈകളുണ്ട്. താഴെ വീണൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ. കണ്ടില്ല, നല്ല വലുപ്പമുള്ളതാ. ഇവിടെ കാണാതാ കുറെ പച്ചയൊക്കെ കിടക്കുന്നതാണ്. അതിന്റെ അടിയിലൊക്കെ കണ്ടില്ലേ, അതൊക്കെ 2 ദിവസം മുന്നേ കാറ്റടിച്ചപ്പോൾ വീണതാണ്. അല്ലാതെ നല്ല പഴുത്തല്ലതാ. ഇതുപോലെ ആയാലേ ബറാബ താഴെ വീഴുള്ളൂ. അത് ഈ പഴുപ്പിലൊന്നും അങ്ങനെ വീഴില്ല. അപ്പൊ കാറ്റടിച്ചുകൊണ്ടാണത്. അപ്പൊ നമുക്കിതാ ഇത്രയും ബറാബ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇഷ്ടം പോലെ ഇനിയുണ്ട് മുകളിലൊക്കെ. ഇത് കുറെ പറിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നാവിന്റെ തൊലി പോവും. ബിയമോളൊന്നും പിന്നെ ഒരു ഭക്ഷണം കഴിക്കൂല. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വേഗം ഇതുകൊണ്ട് അകത്ത് വെക്കട്ടെ. ഇനി ആവശ്യത്തിന് എടുത്തിട്ട് എന്ത് ചെയ്യാം, ബറാബ ഇങ്ങനെ കഴിക്കും.